എറണാകുളം വടക്കൻ പറവൂരിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. പാപ്പാനെയും കൊണ്ട് ആന റോഡിലൂടെ ഏറെ ദൂരം ഓടി. ബൈക്ക് യാത്രക്കാർക്കും ഓട്ടോ ഡ്രൈവർക്കും പരിക്ക് പറ്റി. ആനയെ പിന്നീട് തളച്ചു. ഏറെ നേരം പരിഭ്രാന്തി പരത്തിയ ശേഷമായിരുന്നു സാഹചര്യം. നിരവധി വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷകളും മറ്റു വാഹനങ്ങളും ഒക്കെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ആന മുന്നോട്ട് പോയത്. ആനയെ തളയ്ക്കുന്ന സമയത്തും പാപ്പാൻ അതിന് മുകളിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്തായിരുന്നു സാഹചര്യം? എത്ര സമയം പരിഭ്രാന്തി പടർത്തിയ ആന? ഏകദേശം 2 മണിക്കൂറിനടുത്ത് ആന വിരണ്ടോടുകയും അതുമായി ബന്ധപ്പെട്ട പരിഭ്രാന്തി ഉണ്ടാവുകയും ചെയ്തിരുന്നു. 5 കിലോമീറ്റർ ദൂരത്താണ് ആന ഓടി ഒടുവിൽ എത്തിയത്. അതായത് ഓട്ടം നിർത്തിയത് സ്ഥിരമായി ആനയെ തളയ്ക്കുന്ന ക്ഷേത്രത്തിന്റെ വളപ്പിലെത്തിയപ്പോഴാണ് ആന ഓട്ടം നിർത്തിയത്. ഈ 5 കിലോമീറ്റർ ദൂരവും പാപ്പാൻ ആനപ്പുറത്തുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ, അതായത് ഇത്രയും ദൂരം ഓടുമ്പോഴും ആന നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാനോ ആരെ ആക്രമിക്കാനോ ശ്രമിച്ചിരുന്നില്ല. പക്ഷെ ആന വിരണ്ട സമയത്ത് പെട്ടിയോട്ട് തല്ലി തകർക്കുകയും അതുപോലെ ബൈക്ക് യാത്രക്കാരന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് മൂത്തകുന്നം പത്മനാഭൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി കൊണ്ടുവന്ന ആനയാണ്. എന്തായാലും വലിയ ആൾക്കൂട്ടം നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ ആൾക്കൂട്ടത്തെ കണ്ട് വിരണ്ടോടിയ സാഹചര്യവും ചൂട് കണക്കിലെടുത്ത് അത്തരത്തിലുള്ള സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോഴും ആനയ്ക്ക് മദപ്പാടുണ്ടായിരുന്നു എന്നൊരു ഊഹം കൂടിയുണ്ട്. ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ഫിറ്റ്നസ്, ഹെൽത്ത് സർട്ടിഫിക്കറ്റ് എന്നിവ ഉറപ്പാക്കണം എന്നായിരുന്നു നേരത്തെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശത്തിൽ കോടതി പ്രധാനമായും എടുത്തു പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇത്തരം ചൂട് കൂടുന്ന സാഹചര്യത്തിൽ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെ ആനകളെ നിരത്തിലൂടെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും 1.5 മണിക്കൂർ സമയത്തോളം പാപ്പാൻ ആനയുടെ പുറത്തുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആന ഇപ്പോൾ ശാന്തനാക്കി. എന്തായാലും പരിഭ്രാന്തി പരത്തി ആനയെ തളച്ചിരിക്കുന്നു എന്നാണ്